ലോകത്തിലെ ഏറ്റവും വലിയ മതഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തതും ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്താത്തതുമായ മറ്റൊരു ബൈബിള്, അതാണ് കോൾബ്രൻ ബൈബിള്. ഇത് ഒരു പ്രധാന ലോകമതത്തിന്റെയും ഔദ്യോഗിക ഗ്രന്ഥമല്ല. ഇതിനെ പുരാതനമായ ഒരു ആത്മീയ സമാഹാരമായോ അല്ലെങ്കിൽ ഒരു പാരലൽ ബൈബിളായോ ആണ് പലരും കാണുന്നത്. ആദത്തിനും ഹവയ്ക്കും മുമ്പ് ഭൂമിയിൽ അരിശക്തരായ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. മനുഷ്യവംശത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയും വിചിത്രമായ കാര്യങ്ങളും വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളെപ്പറ്റിയും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി അനുയായികൾ വിശ്വസിക്കുന്നത് ഇത് ഏകദേശം 3600 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത ഈജിപ്ത് വിട്ടുപോയ കാലത്ത് അവിടുത്തെ പണ്ഡിതന്മാർ തങ്ങളുടെ അറിവുകൾ പകർത്തിവെച്ചതാണെന്നാണ് ഇതിന്റെ ആദ്യ ഭാഗം. പിന്നീട് ഇത് വെങ്കല തകിടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ഈ രേഖകൾ ഫീനീഷ്യൻ കച്ചവടക്കാർ വഴി ബ്രിട്ടനിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന ഡ്രൂയിഡ് പുരോഹിതന്മാർ തങ്ങളുടെ അറിവുകൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഗ്ലാസ്റ്റൻബറി ആബിയിലാണ് ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത്. AD 1184 ഒരു വലിയ തീപിടുത്തത്തിൽ ഈ ഗ്രന്ഥശാല നശിച്ചെങ്കിലും ചിലർ ഈ രഹസ്യരേഖകൾ രക്ഷപ്പെടുത്തി. പിന്നീട് ഖൽഡിയൻ ട്രസ്റ്റ് എന്ന രഹസ്യ സംഘം നൂറ്റാണ്ടുകളോളം ഈ രേഖകൾ സംരക്ഷിച്ചു പോന്നു. എന്നാൽ ചരിത്രകാരന്മാരും ഗവേഷകരും ഈ പുസ്തകത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. 1990കളിൽ ഇംഗ്ലണ്ടിലെയും ന്യൂസിലൻഡിലെയും ചില സംഘടനകളാണ് ഈ പുസ്തകം ആദ്യമായി പുറത്തിറക്കുന്നത്. ഇതിനു മുമ്പ് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ചരിത്രരേഖകളിലും പരാമർശമില്ല. പുരാതന ഈജിപ്ഷ്യൻ തത്വചിന്തകളും ബൈബിൾ ശൈലിയും കെൽറ്റിക് മിത്തോളജിയും കൂട്ടിച്ചേർത്ത് ആധുനിക കാലത്ത് നിർമ്മിച്ചെടുത്ത ഒരു കൃതിയാണിതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പുസ്തകത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഈജിപ്ഷ്യൻ ഭാഗം, പുരാതന ഈജിപ്തിലെ പണ്ഡിതന്മാർ എഴുതിയതെന്ന് പറയുന്നത്. കെൽറ്റിക് ഭാഗം, ഇത് ബ്രിട്ടനിലെ പുരാതന പുരോഹിതന്മാർ എഴുതിയതെന്ന് പറയപ്പെടുന്നു. ഈജിപ്ഷ്യൻ വിഭാഗത്തിൽ 6 പുസ്തകങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ബുക്ക് ഓഫ് ക്രിയേഷൻ, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നും ആദാമിന് മുമ്പുള്ള മനുഷ്യരെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. രണ്ടാമത്തേത് ബുക്ക് ഓഫ് ഗ്ലീനിങ്സ്, മനുഷ്യവംശത്തിന്റെ ആദ്യകാല ചരിത്രവും വിനാശകാരിയായ ഡിസ്ട്രോയർ എന്ന ഗ്രഹത്തെക്കുറിച്ചുമുള്ള ആദ്യ സൂചനകളും ഇതിലുണ്ട്. മൂന്നാമത്തെ പുസ്തകം ബുക്ക് ഓഫ് സ്ക്രോൾസ്, പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. നാലാമത്തേത് ബുക്ക് ഓഫ് മാനുസ്ക്രിപ്റ്റ്, നോഹയുടെ പ്രളയത്തെക്കുറിച്ചും ഈജിപ്തിലെ 10 ബാധകളെക്കുറിച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഇതിൽ വിവരിക്കുന്നു. അഞ്ചാമത്തേത് ബുക്ക് ഓഫ് സിൽവർ മൗത്ത്, പുരാതന ഈജിപ്തിലെ ജ്ഞാനികളുടെ വചനങ്ങളും തത്വചിന്തകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദ ബുക്ക് ഓഫ് ലൂസിയസ് ആണ് 6ാമത്തെ പുസ്തകം. ഇതിൽ ധാർമ്മികമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 2ാം വിഭാഗമായ കെൽറ്റിക് ഗ്രന്ഥങ്ങളിൽ 5 പുസ്തകങ്ങളാണുള്ളത്. ബുക്ക് ഓഫ് മാൻസ്ക്രിപ്റ്റ് ആണ് അതിൽ ആദ്യത്തെ പുസ്തകം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ബ്രിട്ടൻ സന്ദർശിച്ചു എന്ന അവകാശവാദത്തെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. സൺസ് ഓഫ് ഫയർ ആണ് അതിലെ 2ാമത്തെ പുസ്തകം. പുരാതന കാലത്തെ അഗ്നി ആരാധകരെക്കുറിച്ചും അവരുടെ രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത്. കെൽറ്റിക് ലിഖിതങ്ങളാണ് 3ാമത്തെ പുസ്തകം. ബ്രിട്ടനിലെ പുരാതന ഗോത്രങ്ങളുടെ ചരിത്രവും അവർ ഈജിപ്ഷ്യൻ അറിവുകൾ സ്വീകരിച്ചതിനെക്കുറിച്ചും ഇതിൽ പറയുന്നു. ബുക്ക് ഓഫ് ഒറിജിൻസ് ആണ് 4ാമത്തെ പുസ്തകം. മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കെൽറ്റിക് കാഴ്ചപ്പാടുകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5ാമത്തെ പുസ്തകമാണ് പ്രവചനങ്ങളുടെ പുസ്തകം, അതായത് ബുക്ക് ഓഫ് പ്രോഫസീസ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന വിനാശങ്ങളെക്കുറിച്ചും ഡിസ്ട്രോയർ വീണ്ടും വരുന്നതിനെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൾബ്രൻ ബൈബിളിലെ ദ ബുക്ക് ഓഫ് ക്രിയേഷനിൽ ആദാമിനും ഹവയ്ക്കും മുമ്പുള്ള മനുഷ്യരെക്കുറിച്ചും മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പരമ്പരാഗത ബൈബിളിൽ നിന്നും വ്യത്യസ്തമായി ആദാമിന് മുമ്പ് തന്നെ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് കോൾബ്രൻ ബൈബിൾ പറയുന്നു. ആദ്യകാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഈ മനുഷ്യർക്ക് ആത്മീയമായ അറിവോ ഉയർന്ന ബുദ്ധിയോ ഉണ്ടായിരുന്നില്ല. അവർ മൃഗങ്ങളെപ്പോലെ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്നവരാണ്. ആദാമിന് മുമ്പ് തന്നെ വലിയ നാഗരികതകൾ ഭൂമിയിൽ നിലനിന്നിരുന്നുവെന്നും എന്നാൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളിൽ അവ നശിച്ചുപോയെന്നും ഈ ഗ്രന്ഥം അവകാശപ്പെടുന്നു. കോൾബൻ ബൈബിൾ പ്രകാരം ആദാം പെട്ടെന്ന് മണ്ണിൽ നിന്നുണ്ടായ ഒരാളല്ല. പ്രകൃതിദത്തമായ പരിണാമത്തിലൂടെ വന്ന മനുഷ്യരിലേക്ക് ദൈവികമായ അറിവ് അല്ലെങ്കിൽ ആത്മാവ് പകർന്നു നൽകപ്പെട്ടപ്പോഴാണ് ആധുനിക മനുഷ്യൻ, അതായത് ആദാം ഉണ്ടായതെന്നാണ് ഇതിന്റെ സൂചന. ചുരുക്കത്തിൽ കോൾബൻ ബൈബിൾ പ്രകാരം ആദാം ആദ്യത്തെ മനുഷ്യനല്ല, മറിച്ച് ഉയർന്ന ബോധവും ദൈവികമായ അറിവ് ലഭിച്ച ആദ്യത്തെ ആധുനിക മനുഷ്യനാണ്. ഇതിനു മുമ്പ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ മനുഷ്യ സദൃശരായ ജീവികൾ ഉണ്ടായിരുന്നു. ഈ ബൈബിളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ദ ഡിസ്ട്രോയർ എന്ന അധ്യായമാണ്. ഭൂമിക്ക് മുകളിലൂടെ കടന്നുപോകുന്ന ഭീമമായ ഒരു ആകാശഗോളത്തെക്കുറിച്ച് ഇതിൽ വിവരിക്കുന്നുണ്ട്. നോഹയുടെ കാലത്തെ പ്രളയവും ഈജിപ്തിനെ നടുക്കിയ 10 ബാധകളും ഉണ്ടായത് ഈ വിനാശകാരിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് കോൾബ്രൻ ബൈബിൾ അവകാശപ്പെടുന്നത്. ഇത് വെറുമൊരു കഥയല്ല. കൃത്യമായ ഇടവേളകളിൽ
ഭൂമിക്ക് സമീപം എത്തുന്ന ഈ ഗോളം ഇനിയും തിരിച്ചു വരുമെന്നും ലോകം വീണ്ടും നശിക്കുമെന്നും ഇതിൽ മുന്നറിയിപ്പുണ്ട്. എന്നാൽ പ്രവചനങ്ങൾ അനുസരിച്ച് വിനാശകാരിയായ ആകാശഗോളം പെട്ടെന്നല്ല വരുന്നത്. അതിനു മുമ്പായി ചില അടയാളങ്ങൾ ഭൂമിയിൽ ദൃശ്യമാകും. സൂര്യൻ അതിന്റെ നിറം മാറുകയും ചന്ദ്രൻ രക്തനിറമാകുകയും ചെയ്യും. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ ചിതറി വീഴുന്നത് പോലെ തോന്നും. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് മാറുകയും കടൽക്കരയിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യാവസ്ഥയിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മനുഷ്യൻ അന്യോന്യം സ്നേഹിക്കാത്ത കാലം വരും. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കില്ല. സത്യത്തേക്കാൾ കൂടുതൽ കള്ളത്തിന് വിലയുള്ള കാലമായിരിക്കും അത്. ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്യും. പ്രവചനം വിവരിക്കുന്നത് എങ്ങനെയാണ്? ആ ദിവസം വരുമ്പോൾ ആകാശം തുറക്കപ്പെടും, വിനാശകാരി വെളിപ്പെടും, ഭൂമി ഭയത്താൽ വിറയ്ക്കും, പർവ്വതങ്ങൾ ഉരുകിപ്പോകും. ആകാശത്തു നിന്ന് വരുന്ന തീജ്വാല ഭൂമിയെ വിഴുങ്ങും. മനുഷ്യർ ഗുഹകളിൽ പാറയിടുക്കുകളിലും ഒളിക്കാൻ ശ്രമിക്കും, പക്ഷേ രക്ഷയുണ്ടാവില്ല. ഇതേ വിവരണങ്ങൾക്ക് സമാനമായ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇത് എന്ന് സംഭവിക്കും എന്ന് ഒരു കൃത്യമായ തീയതി കോൾബർൺ ബൈബിൾ പറയുന്നില്ല. മനുഷ്യൻ പ്രകൃതിയെ മറന്ന് ജീവിക്കുമ്പോൾ ഇത് സംഭവിക്കും എന്നാണ് പറയുന്നത്. 3600 വർഷം കൂടുമ്പോൾ ഇത് സംഭവിക്കുമെന്ന കണക്കൂട്ടൽ വെച്ച് നോക്കിയാൽ ആ സമയം അതിക്രമിച്ചു എന്നാണ് പല നിഗൂഢ ശാസ്ത്ര പ്രണയികളും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ കൗതുകകരവും എന്നാൽ വിവാദപരവുമായ ചില പരാമർശങ്ങളുണ്ട്. പ്രധാനമായും ഇതിലെ കെൽറ്റിക് ഭാഗങ്ങളിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. കോൾബർൺ ബൈബിളിലെ ഏറ്റവും വലിയ അവകാശവാദം യേശു തന്റെ പരസ്യ ജീവിതത്തിനു മുമ്പ്, അതായത് ബൈബിളിൽ രേഖപ്പെടുത്താത്ത 12 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടൻ സന്ദർശിച്ചിരുന്നു എന്നാണ്. യേശുവിന്റെ ബന്ധുവായ അരിമത്തിയിലെ ജോസഫിനോടൊപ്പം അദ്ദേഹം കടൽ മാർഗം ബ്രിട്ടനിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. അവിടെയുള്ള ഡ്രൂയിഡ് പുരോഹിതന്മാരുമായി യേശു സംവദിച്ചിരുന്നു എന്നും അവരുടെ ജ്ഞാനം പഠിച്ചുവെന്നും ഈ ഗ്രന്ഥം അവകാശപ്പെടുന്നു. കോൾബർൺ ബൈബിളിൽ യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായല്ല, മറിച്ച് ലോകത്തിന് വെളിച്ചം നൽകാൻ വന്ന ഒരു മഹാനായ ഗുരുവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പുരാതന ഈജിപ്ഷ്യൻ അറിവുകളും കെൽറ്റിക് ജ്ഞാനവും സമന്വയിപ്പിച്ച ഒരു വ്യക്തിത്വമായാണ് അദ്ദേഹത്തെ ഇതിൽ കാണുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ യേശുവിനെ ദൈവപുത്രനായും ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിച്ച രക്ഷകനായും അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാരും ശാസ്ത്രലോകവും കോൾബർൺ ബൈബിളിനെ ഒരു യഥാർത്ഥ പുരാതന രേഖയായി അംഗീകരിക്കാത്തത് എന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഏതൊരു പുരാതന ഗ്രന്ഥത്തിനും അതിന്റെ ഒറിജിനൽ രേഖകളോ അല്ലെങ്കിൽ അത് പകർത്തി എഴുതിയ പഴയ താളിയോലകളോ ഉണ്ടാകും. എന്നാൽ കോൾബർൺ ബൈബിളിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. 3600 വർഷം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 1990-കൾക്ക് മുമ്പ് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ചരിത്രരേഖകളിലും പരാമർശമില്ല. 3600 വർഷം മുമ്പുള്ള ഈജിപ്ഷ്യൻ ശൈലിയോ അല്ലെങ്കിൽ പുരാതന കെൽറ്റിക് ശൈലിയോ അല്ല ഈ പുസ്തകത്തിനുള്ളത്. പകരം 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ബൈബിൾ പരിഭാഷകളെ അനുകരിക്കാൻ ശ്രമിച്ച ആധുനിക ഇംഗ്ലീഷിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. പുരാതന ഗ്രന്ഥങ്ങളിൽ കാണാത്ത ആധുനിക പദപ്രയോഗങ്ങളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായ പല കാര്യങ്ങളും ഇതിൽ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് 1184-ലെ ഗ്ലാസ്റ്റൻബറി തീപിടുത്തത്തിന് ഉത്തരവിട്ടത് എഡ്വേർഡ് ഒന്നാമൻ രാജാവാണെന്ന് ഇതിൽ സൂചനയുണ്ട്. എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ എഡ്വേർഡ് ഒന്നാമൻ ജനിക്കുന്നത് തന്നെ ആ തീപിടുത്തത്തിന് 50 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത്തരം തെറ്റുകൾ ഇത് ആധുനിക കാലത്ത് നിർമ്മിച്ചതാണെന്ന സംശയം ബലപ്പെടുത്തുന്നു. ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നുള്ളതും മറ്റൊരു കാരണമാണ്. അതായത് ഡിസ്ട്രോയർ എന്ന ഭീമൻ ആകാശഗോളം 3600 വർഷം കൂടുമ്പോൾ ഭൂമിക്ക് സമീപം വരുന്നുണ്ടെങ്കിൽ അത് ആധുനിക ടെലിസ്കോപ്പുകളിൽ പതിയേണ്ടതാണ്. കൂടാതെ അങ്ങനെയൊരു വലിയ ഗ്രഹം സൗരയൂഥത്തിലുണ്ടെങ്കിൽ അത് മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെ ബാധിക്കും. എന്നാൽ ശാസ്ത്രീയമായ അങ്ങനെയൊരു ഗ്രഹത്തിന്റെ സാന്നിധ്യം ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. രഹസ്യ സ്വഭാവമുള്ള ഉൽപ്പത്തിയും മറ്റൊരു കാരണമാണ്. ഈ പുസ്തകം പുറത്തുവിട്ടത് കൽഡിയൻ ട്രസ്റ്റ് എന്ന ഒരു സംഘടനയാണ്. ഇത് എങ്ങനെ തങ്ങൾക്ക് ലഭിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പുരാതനമായ വെങ്കല തകിടുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് പൊതുജനത്തിനോ ഗവേഷകർക്കോ പരിശോധിക്കാൻ അവർ നൽകിയിട്ടില്ല. 3600 വർഷം പഴക്കമുള്ള പുരാതന ജ്ഞാനമാണോ അതോ ആധുനിക കാലത്തെ അതിബുദ്ധിപരമായ ഒരു നിർമ്മിതിയാണോ ഈ ഗ്രന്ഥം എന്നുള്ളത് ഇന്നും നിഗൂഢമായി തുടരുന്നു.